ക്രൈസ്തവ സഭയെ വല്ലാതെ ആക്ഷേപിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണമായ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. ഞാൻ മാധ്യമം പത്രവും പിന്നെ അവരുടെ ചാനലായ മീഡിയ വണ്ണും ഒക്കെ കാണുമ്പോൾ ഓർഗനൈസറിൽ ശശാങ്ക് കുമാർ ദ്വിവേദി എഴുതിയ ഒരു ലേഖനം, ക്രൈസ്തവ സഭയുടെ ഇന്ത്യയിലുള്ള ഭൂമിയെ സംബന്ധിച്ചൊരു ലേഖനം വന്നു എന്ന് പറഞ്ഞ് വലിയ വിവാദം അവർ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ആ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചു. പക്ഷേ ആ ലേഖനത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ആ ലേഖനം ഇപ്പോൾ വന്നതല്ല, 2012 മറ്റോ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ഈ വഖഫിൻ്റെ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ടല്ല, അത് ആ പഴയ ഒരു ലേഖനം ഒരു റെഫറൻസ് പോലെ എടുത്തു കൊടുത്തതാണ്. പക്ഷേ അത് 2012 ലേഖനമാണ്. ഇപ്പോൾ അതിന് പ്രസക്തിയില്ല, അത് കണ്ട് അപ്പം തന്നെ പിൻവലിച്ചു. ഞാൻ ആലോചിക്കുന്നത്, ഈ കേരളം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമാവേണ്ടതാണെന്നുള്ള ആശയം വെച്ചുകൊണ്ട് EMS നമ്പൂതിരിപ്പാട് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നീട് അങ്ങനത്തെ നിലപാടെടുത്ത് ജയിലിൽ പോകുന്ന ഉറപ്പായപ്പോൾ ചിന്ത ഇറക്കിയ ആ പുസ്തകം EMS പിൻവലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരും ആ പുസ്തകത്തിൻ്റെ പേരിൽ CPM-നെയോ EMS-നെയോ വിമർശിക്കാറില്ല. ഓർഗനൈസറിൽ ഒരു ലേഖനം വന്നു. ആ ലേഖനം 2012 13 വർഷം മുമ്പത്തെ ലേഖനമാണെന്ന് കണ്ടിട്ട് ഇപ്പോൾ അതിന് പ്രസക്തിയില്ല, അതിന് പിൻവലിച്ചു. എന്നിട്ടും ഏതാനും മിനിറ്റുകൾ മാത്രമേ ആ ലേഖനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടാണ് ഈ മാധ്യമവും ജമാഅത്തെ ഇസ്ലാമിയും വിമർശിക്കുന്നത്. പക്ഷേ അവരുടെ മുഖപ്രസിദ്ധീകരണമായ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ കേരളത്തിലെ ക്രൈസ്തവ സഭയെ വല്ലാതെ അപകീർത്തിപ്പെടുത്തുന്ന, അപമാനിക്കുന്ന ഒരു ലേഖനമാണ് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ വായിച്ചിട്ടില്ല. സാർ വായിച്ചോ? ഞാൻ വായിച്ചു. ഇത് മതവ്യാപാരികൾ വഖഫിനെതിരെ ഒച്ച വെക്കുമ്പോൾ എന്നുള്ള ശീർഷകത്തിൽ ഏപ്രിൽ 5-ാം തീയതി ആണ് വന്നിരിക്കുന്നത്. ഡോക്ടർ ബദി ഉസ്സമാൻ ആണിത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഫാഷിസം, അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള മുസോളിനിയുടെ പിന്നിൽ ഈ ഫാഷിസം മുന്നോട്ട് കൊണ്ടുപോകാനും വളർത്താനും പയസ് മാർപ്പാപ്പ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഫാസിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതാണ്, അങ്ങനെ ഫാഷിസ്റ്റ് ആയതുകൊണ്ടാണ് മറ്റേ റോം ഇവർക്ക് വത്തിക്കാൻ എന്ന് പറഞ്ഞൊരു രാജ്യം കിട്ടിയത്. അങ്ങനത്തെ ബാന്ധവം കൊണ്ടാണ് ഈ പണിയാണ് ഇപ്പോഴും എടുക്കുന്നത്, സ്വത്തുക്കൾ ഉണ്ടാക്കുന്നത്, അതിനുവേണ്ടിയാണ് BJP-യുടെ കൂടെ നടക്കുന്നത് എന്നൊക്കെയാണ് പിന്നീട് പറയുന്നത്. അത് നമ്മൾ വിശദമായിട്ട് വരാം. തീവ്രവാദ പറ്റങ്ങൾ ആണ് ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ക്രിസ്ത്യാനികൾ തീവ്രവാദ പറ്റങ്ങളോ? തീവ്രവാദ പറ്റങ്ങൾ. ഓ, അത് വല്ലാത്ത ആക്രമണമാണല്ലോ. ക്രൈസ്തവരെ കുറിച്ച് ലോകത്താരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ലോകത്തെമ്പായിടത്തും ആളുകളെ കൊല്ലുകയും സ്വയം പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പാവപ്പെട്ട ക്രിസ്ത്യാനികളെ തീവ്രവാദ കൂട്ടങ്ങൾ എന്ന് വിളിക്കുന്നത്. അതെ, ക്രിസ്ത്യാനികളൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസവും സംയമനവും ഒക്കെ ആയിട്ടാണ്. അതെ അതെ അതെ. അവർക്കെതിരെ ഭയങ്കരമായിട്ട് ഈ എമ്പുരാനിൽ പറഞ്ഞിട്ട് പോലും അവർ പ്രതികരിച്ചില്ല. അവർ ഈ സിനിമയിലൊക്കെ പലതും വരുമ്പോൾ വളരെ അപൂർവമായിട്ട് പ്രതികരിക്കാറുള്ളൂ. അതാണ് അവരുടെ നയം. ഈ രാമകൃഷ്ണ മിഷൻ്റെ നയം അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് സഭയും. അവർ പ്രതികരിക്കാറില്ല. പക്ഷേ ഇത് നമ്മൾ പ്രേക്ഷകരോട് പറയണ്ടേ. KCBC അവരുടെ സംഘടന, കത്തോലിക്ക സഭാ നേതൃത്വം, ഇവർ രണ്ടുപേരും മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് എന്ന് ലേഖനത്തിലുണ്ട്. ഇവർ മതവ്യാപാരികളാണ്, സുഖലോലുപരാണ്, വിശ്വാസികളെ പറ്റിച്ചിട്ടാണ് ഇവർ ആഡംബരം നയിക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, പാവപ്പെട്ട ഹമാസുകാരൻ തലയ്ക്ക് മുകളിലോട്ട് ബോംബ് വന്ന് വീണ് ചത്തോണ്ടിരിക്കുമ്പോൾ ഹമാസിൻ്റെ നേതാക്കന്മാരെല്ലാം ഖത്തറിൽ സുഖിച്ച് ഷാമ്പയിനും പൊട്ടിച്ച് സുന്ദരിമാരുടെ തോളിൽ നീന്തൽക്കുളത്തിൽ സുന്ദരിമാരോടൊപ്പം കൂത്താടി നടക്കുകയായിരുന്നു. എന്നിട്ടാണ് ക്രൈസ്തവ സഭ സുഖലോലുപരാണെന്ന് പറയുന്നത്. പള്ളിമേടകൾ കള്ളന്മാരുടെ ഗുഹയാണ്. പള്ളിമേടകളാ? ഇങ്ങനെങ്ങാനും ഏതെങ്കിലും ഇവിടുത്തെ മോസ്കോ വല്ലോ കള്ളന്മാരുടെ ഗുഹയാണെന്ന് ഒരു ദീപിക പത്രത്തിലെ വല്ല ഒരു ലേഖനം വന്നാൽ എന്തായിരിക്കും ഈ നാട്ടിൽ നടക്കുക? എന്ത് പുകിലായിരിക്കും. പയസ് 11-ാമൻ മുസോളിനി, അവർ തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി ഡേവി കട്സർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതിൽ പറയുകയാണ്, പോപ്പ് ആൻഡ് മുസോളിനി, ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് പയസ് 11 ആൻഡ് ദ റൈസ് ഓഫ് ഫാഷിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകത്തിൽ പുസ്തകങ്ങൾ ആളുകൾ എഴുതുമ്പോൾ പല താല്പര്യങ്ങളും പുസ്തകങ്ങൾക്ക് പിന്നിലുണ്ടാവും. ഈ പുസ്തകം ഉദ്ധരിച്ചിട്ട് ഈ ഡോക്ടർ ബദി ഉസ്സമാൻ ഇതിൽ പറയുകയാണ്, 1920-30 ഫാഷിസ്റ്റ് ഭരണകൂടവുമായി സഭാ നേതൃത്വത്തിന് ഗാഢബന്ധമായിരുന്നു. വത്തിക്കാനെ സ്വതന്ത്ര രാഷ്ട്രമായി 1929 പ്രഖ്യാപിച്ചത് ഈ ബാന്ധവത്തിന് തെളിവാണ്. അതിൻ്റെ ഗുണം സഭയ്ക്ക് കിട്ടി.
ഇത് വിഡ്ഢിത്തം ഇന്ത്യയിൽ സഭാ നേതൃത്വം ഇപ്പോൾ കൊണ്ടു നടക്കുകയാണ്. ഏത് BJP-യുടെ കൂടെ ചേർന്നിട്ട് പലതും ഉണ്ടാക്കാം എന്ന് വിചാരിക്കുകയാണെന്ന്. അത് മണ്ടത്തരാണ്, നടക്കില്ല എന്നാണ്. അവസാനം സംഘപരിവാർ വഞ്ചിക്കും എന്നാണ് പറയുന്നത്. വഖഫിൽ സംഘപരിവാറിൻ്റെ തോളത്ത് കൈയിട്ട് നടക്കുകയാണ് KCBC. ജനവുമായി ബന്ധമില്ലാത്ത അരമന നേതൃത്വമാണത്. ജനം അവിടെ പട്ടിണി നടക്കുക 178ാമത്തെ ദിവസം മറ്റുമായി. അതെ, അതൊന്നും ജനമല്ല ഇവരുടെ നോട്ടത്തിൽ. പോർച്ചുഗീസ്, ബ്രിട്ടീഷ്, കോൺഗ്രസ് കാലത്തെ പോലെ ഭരണകൂടത്തോട് ചേർന്ന് ഇവർ സ്വത്ത് സമ്പാദിച്ചു. അതിനെതിരെ BJP-യുടെ നോട്ടം എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രക്കളിയാണ് ഇപ്പോഴത്തേത്. ക്രൈസ്തവ സഭ യുവമാർ ഇതുപോലെ കാണുന്നവൻ്റെയൊക്കെ ഭൂമി തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സഭാ നേതൃത്വത്തിന് താല്പര്യം സുഖാഡംബരങ്ങളിലാണ്. വിശ്വാസികളെ വഞ്ചിച്ച് സ്വത്തും പദവിയും സമ്പാദിച്ചു. ഇവർ എന്തുകൊണ്ട് ചർച്ച് നിയമത്തെ എതിർക്കുന്നു? അല്ല, വഖഫ് പോലെ അങ്ങോട്ടും ഒരു നിയമം വരുന്നുണ്ടല്ലോ, അതിനെ എന്തുകൊണ്ട് എതിർക്കുന്നു? ആര് ചർച്ച നിയമം കൊണ്ടുവരാൻ പോകുന്നു? മോദിയുണ്ടോ? കേരളത്തിൽ VR കൃഷ്ണയ്യരാണ് ഒരു ബില്ല് ഇടതുപക്ഷ സർക്കാരിന്. KT തോമസ് ഉണ്ടായിരുന്നു. അതിന് മോദി എന്ത് ചെയ്തു? അതെ, അങ്ങനൊരു മൂവ്മെന്റും ഇല്ല. അൽമായരിൽ കുറെ പേര് ഇങ്ങനെ ഒരു ബില്ല് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ പറഞ്ഞു VR കൃഷ്ണയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ടാക്കി. അതിന് BJP മോദി എന്ത് ചെയ്തു? അതെ, ഇതുവരെ അതിൽ ഈ പറഞ്ഞ പോലെ BJP-ക്കും സംഘപരിവാറിനും ഒരു കേസും ഇല്ല. ഇതുവരെ തീവ്രവാദിപ്പറ്റങ്ങൾ വഖഫിൽ വഖഫിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞില്ല. അവർ ക്രൈസ്തവര് തീവ്രവാദിപ്പറ്റങ്ങൾ വഖഫിനെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞില്ല. അവർ മുഖ്യധാരയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇവരാണ് മുഖ്യധാര. ഇവിടെ ക്രിസ്ത്യാനിയെ പോലെ ഹിന്ദുക്കളെ പോലെ മുഖ്യധാരയിൽ ജാതിയും മതവും മറന്ന് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആരുണ്ട്? ഇപ്പോൾ KCBC സഭ, അവരുടെ മാധ്യമങ്ങൾ എല്ലാവരും ഞങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കണ്ടേ സാർ, നമ്മുടെ ഈ കൊച്ചി ഷിപ്പ്യാർഡ് ഉണ്ടല്ലോ, ഷിപ്പ്യാർഡ് നിർമ്മിക്കേണ്ട ആവശ്യം വന്നപ്പോൾ സ്ഥലം വിട്ടുകൊടുത്തത് അവിടുത്തെ പള്ളിയാണ്. നമ്മുടെ ഫൈൻ ആർട്സ് ഹോളിൻ്റെ അവിടെ ഫോർഷോർ റോഡിൻ്റെ നിർമ്മാണം വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കപ്പേള മാറ്റി വെച്ചു കൊടുത്തത് ക്രൈസ്തവ സഭയാണ്. തുമ്പയില്ല, ആ സഭയ്ക്ക് പകരം ഭൂമി കിട്ടി അവിടെ തുമ്പയിലൊക്കെ, എന്നാൽ പോലും അത് വിട്ടുകൊടുത്തു. അവിടെയാണ് നമ്മുടെ ബഹിരാകാശ ഗവേഷണ പരിപാടികൾ ആരംഭിക്കുന്ന തുമ്പയിൽ. അങ്ങനെയാണ് അബ്ദുൽ കലാം സൈക്കിളിൻ്റെ പുറകിൽ റോക്കറ്റും വെച്ച് പോകുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ക്രൈസ്തവ സഭ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കൂടെ, കേരളത്തിലെ ഇന്ത്യയുടെ വികസനത്തിൻ്റെ കൂടെ എപ്പോഴും കൂടെ നിന്നിട്ടുണ്ട്. അതേസമയം ഒരു മസ്ജിദ് ഒന്നും മാറ്റണമെന്ന് പറഞ്ഞു നോക്ക്, കാണാം കലാപമായിരിക്കും. എന്നിട്ടാണ് ഈ ആളുകൾ ആ കലാപത്തിന് ചൂട്ടുപിടിച്ച് ബംഗ്ലാദേശിൽ കടുത്ത ഹിന്ദു ക്രിസ്ത്യൻ കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യൻ ഘടകത്തിൻ്റെ കേരളത്തിലെ മുഖമാസിക ഇങ്ങനെയൊക്കെ ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഒരു മതനേതൃത്വം ആദ്യമായി മറ്റൊരു മതവിഷയത്തിൽ ഇടപെട്ട് വർഗീയത പറയുകയാണ്. അവിടെ പാവപ്പെട്ട ക്രിസ്ത്യാനി കടലിൽ ചാടി മരിക്കേണ്ട അവസ്ഥ വന്നപ്പം സഭ മിണ്ടായിരിക്കണം. പിന്നെ ചർച്ച് നിയമം പാസാക്കാൻ BJP നേതാക്കളെ മുസ്ലിങ്ങൾ എന്തെങ്കിലും പിന്തുണ അറിയിച്ചാൽ അത് അശ്ലീലമാവില്ലേ? വീണ്ടും ഈ ചർച്ച നിയമവും ഇതുമായിട്ട് ബന്ധമില്ല. അതായത് വഖഫ് എന്ന് പറഞ്ഞൊരു നിയമം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചർച്ച് നിയമം എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിരിക്കുക. ഒരു പരിപാടി BJP ആലോചിച്ചിട്ട് പോലുമില്ല. കേരളത്തിൽ മാത്രം വന്നിട്ടുള്ള ഒരു ചർച്ചയത്. അതെ, 1940കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് പുരോഹിതന്മാരുടെ ഇൻകം ടാക്സ് വകയിൽ സഭയ്ക്ക് ശതകോടികൾ കിട്ടി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. പുരോഹിതരുടെ ഇൻകം ടാക്സ് അല്ല, അവർക്ക് ഇൻകം ടാക്സ് വകയിൽ എങ്ങനെയാണ് ശതകോടികൾ ഇവർക്ക് കിട്ടുക? ഇൻകം ടാക്സ് വകയിൽ സർക്കാരിന് കിട്ടിയത് മനസ്സിലായി. സഭയ്ക്ക് എങ്ങനെ? ബ്രിട്ടീഷുകാർ പോകുമ്പോൾ സഭയ്ക്ക് നൽകിയത് എത്ര? സാധാരണ നമ്മളൊരു ലേഖനം എഴുതുമ്പോൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത്ര കണക്ക് പറയണം എത്ര എന്ന്. പാകിസ്ഥാനിലേക്ക് പോയവരുടെ സ്വത്ത് സ്വത്ത് എന്ന് പറഞ്ഞ പേരിൽ പിടിച്ചടക്കി.
പക്ഷേ ബ്രിട്ടീഷ് സ്വത്ത് എന്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമായില്ല? കേരള സർക്കാരുകൾ സഭയ്ക്ക് പതിച്ചു കൊടുത്തത് എത്ര? ഇതൊക്കെ കണക്ക് ഈ ലേഖനം എഴുതിയ ആളല്ലേ പറയണത്. അറിയില്ല, ആരെങ്കിലും പറഞ്ഞു കൊടുത്ത അയാൾ എഴുതും. സഭയ്ക്ക് മാത്രമൊന്നുമല്ല, NSSന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അത് സാമൂഹ്യ നന്മയിലാക്കി ചെയ്യുന്നത്. മുസ്ലിം സംഘടനകൾക്കും കൊടുത്തിട്ടുണ്ട്. എന്താ സംശയം? അവർ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുമ്പോൾ, അപ്പോൾ വെള്ളാപ്പള്ളി അതാണല്ലോ പറഞ്ഞത്, മുസ്ലിങ്ങൾക്കിടയിൽ ഇനി ക്രൈസ്തവർക്ക് ആദരവ് കിട്ടില്ല. വഖഫിൽ ഇടപെട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര ആദരവായിരുന്നു ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. മാർപ്പാപ്പ ഹോപ്പ് എന്ന് പറഞ്ഞ ആത്മകഥയിൽ തന്നെ അടുത്ത കാലത്ത് വന്നതാണല്ലോ, അതിൽ പറഞ്ഞിട്ടുണ്ട് മുസോളിനിയുമായിട്ടുള്ള ബാന്ധവത്തിൽ മിലാനിൽ നിന്ന്, ഇറ്റലിയിലെ മിലാനിൽ നിന്ന് ഓഷ്വിറ്റ്സിലേക്ക്, ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പ്, അങ്ങോട്ട് ഹിറ്റ്ലർ ജൂതരെ കൊണ്ടുപോയിരുന്നു. വേട്ടക്കാർക്കൊപ്പമായിരുന്നു അന്ന് പാപ്പ. മുനമ്പത്തെ അവർ അശരണരെ ശരിക്ക് സേവിക്കുകയല്ല, മുസ്ലിങ്ങളെ ഒറ്റി സാമ്രാജ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ മറ്റേ മുനമ്പംകാർക്കൊപ്പമാണെന്ന് ഭാവിക്കുകയാണ്. ഗാന്ധിയെ അന്തിക്രിസ്തു എന്ന് വിളിച്ചവരാണിവർ. യേശു കച്ചവടക്കാരെ, പരീശന്മാരെ ജെറുസലേമിൽ ചെന്നപ്പോൾ ദേവാലയത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിരുന്നു. നിങ്ങൾ ഇത് കള്ളന്മാരുടെ ഗുഹയാക്കി എന്നാണ് യേശു പറഞ്ഞത്. അതുപോലെ കള്ളന്മാരുടെ ഗുഹയാണെന്ന് സഭ. ഇതാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. അല്ല, എനിക്ക് ഇതിപ്പോൾ ഇവർ ലേഖനം എഴുതി. ഇന്നലെ ദീപിക പത്രം ഈ RSSൻ്റെ മുഖമാസിക ലേഖനം ഒന്നുകൂടി നെടുനീളത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ മാധ്യമത്തിലെ ലേഖനം ദീപിക കാണുമോ? ഇതിന് മറുപടി കൊടുക്കും? അതെ, അതിനെന്തുമുണ്ട് മറുപടി കൊടുത്തുകൂടാ? അല്ല, രമേശ് ചെന്നിത്തല, VD സതീശനും ഒക്കെ ആ പിൻവലിച്ച ലേഖനത്തിനെ പരാമർശിച്ചിരുന്നു. മറ്റേ ഓർഗനൈസറിലെ അവരെന്തുകൊണ്ട് മാധ്യമം ലേഖനത്തിനെ പറ്റി മിണ്ടില്ല? അവർ മിണ്ടില്ല, അതാരും പറയില്ല. ഏഷ്യാനെറ്റ് ചർച്ച ചെയ്യുന്നില്ല, ഒരു ചാനലും ചർച്ച ചെയ്യുന്നില്ല. കാരണം മാധ്യമ ലേഖനം അവരാരും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞതായിട്ട് ഭാവിക്കത്തുമില്ല. ഒരുപക്ഷെ നമ്മളായിരിക്കും മലയാള മാധ്യമങ്ങളിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും കേരളത്തിലെ ക്രൈസ്തവർ ഇത് കണ്ടിട്ട് ഇവരെ പോലെ ഹാലിളകിയൊന്നും വരത്തില്ല. പക്ഷേ അത് ക്രൈസ്തവരുടെ ഒരു ബലഹീനതയായിട്ട് ഞാൻ കരുതുന്നത്. കാരണം മിണ്ടണ്ട പോട്ടെ 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 എന്ന് വെക്കും. ഇപ്പോൾ RSSൻ്റെ ഓർഗനൈസറിൽ പഴയൊരു ലേഖനം അബദ്ധവശാൽ വീണ്ടും വഖഫ് നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുനഃപ്രസിദ്ധീകരിച്ചു. അത് പെശക് പറ്റി, അത് പിൻവലിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ EMSൻ്റെ പുസ്തകം പിൻവലിച്ച പോലെ. അതിനെക്കുറിച്ച് പിന്നെയും ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറേ ക്രിസ്ത്യാനികളും ചർച്ച ചെയ്യുന്നുണ്ട്, അടുത്തത് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇത്ര നിന്ദ്യമായ ഭാഷയിൽ, അതിനകത്ത് മോശം ഭാഷയൊന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ആ ലേഖനത്തിൽ. അത്ര മോശം ഭാഷയിൽ ഒരു ലേഖനം മാധ്യമം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ്. ഇത് മാർപ്പാപ്പ മുതലുള്ളവർ കൊള്ളക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊള്ളക്കാർ മാത്രമല്ല, തീവ്രവാദികൾ, അങ്ങനെയൊക്കെ പറഞ്ഞു, തീവ്രപറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് പ്രതികരിക്കുന്നില്ലെങ്കിൽ ദീപികയുടെ ദീപികയുടെ വിഷമം ഇന്ന് നന്നായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. ദീപികയ്ക്ക് ബില്ല് പാസ്സായത് നന്നായി, എന്നാൽ മോദിയാണെന്ന് സമ്മതിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്. ചില ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ദേശാഭിമാനി എഴുതുന്നതിനേക്കാളും പാർഷ്യലായി BJP വിരുദ്ധത, മോദി വിരുദ്ധത, കേന്ദ്ര സർക്കാർ വിരുദ്ധതയൊക്കെ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചില വാർത്തകളൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് എന്തോ എനിക്കറിയില്ല. ഇപ്പോൾ പോലും ഇന്നലത്തെ എഡിറ്റോറിയലിൽ രണ്ട് വശം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അതിനെ ന്യൂനപക്ഷങ്ങൾക്ക് ഇതിനകത്ത് ബില്ലിനെക്കുറിച്ചും ചില വൈദികരും ബിഷപ്പുമാരും പറഞ്ഞതെന്നറിയോ? അത് ഞങ്ങൾക്ക് ഗുണമുണ്ടായി, ശരിയാണ്, എന്നാലും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നിലപാട് പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നും പറയുന്നുണ്ട്. അതായത് ഈ മുനമ്പത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ വഖഫ് ബില്ലിനെ ഇവർ അനുകൂലിക്കുമായിരുന്നു, ഈ ചില ബിഷപ്പുമാരെങ്കിലും. വടക്കേ ഇന്ത്യയിൽ സംഘപരിവാറുമായി ബന്ധമില്ലാത്തൊരു സംഘടന, അതെ അതാണ് ജബൽപൂരിലെ ആ വിശ്വ ഹിന്ദു പരിഷത്ത് അല്ല അതിന്റെ പേര് ബജ്റംഗ് ദൾ ഒന്നുമല്ല. അതാണെന്ന് തോന്നുന്ന സംഘടന കോൺഗ്രസിൽ ലയിച്ച സംഘടനയാണ്. അതിന്റെ ഫോട്ടോഗ്രാഫുകൾ, അതിന്റെ ഭാരവാഹികൾ ഗതയും പിടിച്ചുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൽ ലയിച്ചതാണ്. കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് അതിന്റെ നേതാക്കന്മാർ. സോണിയാഗാന്ധിയുമായി വളരെ അടുപ്പമുള്ള ജബൽപൂരിലെ വികാർ ജനറൽ ഫാദർ ഡേവിസ്, രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ജോർജ് ടി തുടങ്ങിയവരൊക്കെയാണ് ആ സംഭവത്തിൽ ഉൾപ്പെട്ടത്. അതേക്കുറിച്ച് പറഞ്ഞു കേട്ടതെന്ന് വെച്ചാൽ അവിടെ കുറേ ആദിവാസികൾ
ഗോത്രവർഗ്ഗക്കാരെ 50 പേര് ഗോത്രവർഗ്ഗക്കാരായ 50 പേര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി. അവർ തിരിച്ചു വന്നു. അവരിനി ഞങ്ങളില്ല, ഞങ്ങൾ ഹിന്ദുക്കൾ തന്നെ ആകാൻ പോകുന്നു പറഞ്ഞ് അവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ചില ആളുകൾ അവിടെ ചെന്നിട്ട്, കാരണം അവർ തിരിച്ചു വരാൻ കാരണം മതം മാറ്റത്തിന് ത്തിനെതിരെയുള്ള ചില കർശനമായ നിയമം വരുന്നുണ്ടല്ലോ, അതുകൊണ്ടും കൂടി ആയിരിക്കാം ഇവർ തിരിച്ചു പോയതെന്ന് ഒരാക്ഷേപം ക്രൈസ്തവ സഭകൾക്കുണ്ട്. ചില ക്രൈസ്തവരൊക്കെ ആയിട്ടുള്ള ആളുകൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു, ഇവരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ജാഥയോ മറ്റോ നടത്തി. ഒരു തീർത്ഥാടനം, ജൂബിലി 2025 എന്ന് പറഞ്ഞൊരു തീർത്ഥാടനം നടത്തിയിട്ട് ആ ഗോത്രവർഗത്തിൽ നിന്ന് ക്രൈസ്തവ മതം സ്വീകരിക്കുകയും അത് വിട്ടിട്ട് പിന്നെ തിരിച്ചു പോവുകയും ചെയ്ത ആളുകളെ വീണ്ടും ജൂബിലി 2025 ഭാഗമായി ഒരു വണ്ടി കയറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അവിടെയുള്ള ചില പ്രാദേശികവാദികൾ എന്ന് പറഞ്ഞാൽ പ്രാദേശികവാദമുള്ള ചില ആളുകൾ എതിർത്തു. അതാണ് ചില ഉന്തും തള്ളും ഉണ്ടായത്. അതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ഈ ഇപ്പോൾ നമ്മൾ ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാലും RSS എന്ന് പറയും. ഇന്നാളൊരു മാധ്യമ പ്രവർത്തക ഒരു ചാനലിലിരുന്ന് ചോദിക്കുന്നു, സ്മൃതി പരുത്തിക്കാട് മാതൃഭൂമി ചാനലിരുന്ന് പണ്ട് ചോദിക്കുന്നത് കേട്ട്, അതിന് ശിവസേന പരിവാർ കുടുംബം അല്ലേ, സംഘപരിവാർ സംഘടനയാണ് ശിവസേന എന്ന് ഇവിടുത്തെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തക പോലും ധരിച്ചു വെച്ചിരിക്കുന്ന കാലത്താണ് ഒരു ഹിന്ദു പേരുള്ള സംഘടന കണ്ട ഉടനെ സംഘപരിവാറാണെന്ന ധാരണയിൽ ഈ ബഹളം ഉണ്ടാക്കുന്നത്. അത് സംഘപരിവാറുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ്. അവർ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ സംഘടനയുടെ ആളുകൾ അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ചവരാണ്. ഈ ജബൽപൂരിൽ അതിന്റെ ഫോട്ടോസൊക്കെ ലഭ്യമാണ്. അവരിപ്പോ കോൺഗ്രസ്സുകാരാണ്, അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഏതായാലും മാധ്യമം പത്രത്തിലെ ലേഖനം ക്രൈസ്തവരൊന്ന് വായിക്കണം, അവർ പ്രതികരിക്കുകയും വേണം. ദീപിക ഇതേക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതുമോ, ദീപികയ്ക്ക് അതിനുള്ള തണ്ടലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.